ഹേ ഗായ്സ്, ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ണവും നീളമൊക്കെ ഉള്ള ചെമ്മീനാണ്. എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. ചക്കക്കൂരൊക്കെ ഇട്ട് നല്ല വരട്ടി വറുത്തൊരു ഐറ്റം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചീനച്ചട്ടി ചൂടാക്കുക എന്നല്ല കേട്ടോ. ശേഷം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഇടണം. ആദ്യം ഞാൻ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മസാലകളൊക്കെ ചേർക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടെന്താ, പണി തുടങ്ങിയപ്പോൾ തന്നെ മറവി കൂടപ്പിറപ്പായിട്ടോ. ആദ്യം തന്നെ ഞാൻ മറന്നു പോയ സംഭവം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഇടാനുള്ള ജിഞ്ചർ ഗാർലിക് ആയിരുന്നു. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഞാൻ എടുത്ത പാത്രം വളരെ ചെറുതായിപ്പോയി. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇത് വേവിക്കുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചക്കക്കുരു ആഡ് ചെയ്യാൻ വേണ്ടി ചക്കക്കുരു നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഒന്നൊന്നര ക്രഷിങ് ആയിപ്പോയി. ഞാൻ ആ മിക്സീൻ്റെ ഗ്രൈൻഡർ വെച്ചിട്ടാണ് അത് ചെയ്തത്. ചക്കക്കുരു കണ്ട ചക്ക പോലും സഹിക്കില്ല കേട്ടോ. അമ്മ അതൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ടപ്പോൾ സ്ഥലമില്ലാത്തൊരവസ്ഥ. എന്താ ചെയ്യുക? അങ്ങനെ ചക്കക്കുരുവിനും ചെമ്മീനും പ്രമോഷൻ കിട്ടി. അതങ്ങോട്ട് ഫ്രൈങ് പാനിലേക്ക് കയറി. ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടിങ്ങോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചെങ്ങാണ്ട്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നത് കേട്ടോ. വേഗം പോയിട്ട് അതങ്ങ് ചതച്ചെടുത്ത് കൊണ്ടുവന്നു അതിലേക്ക് അങ്ങ് ഇടുകയാണ്. ഒരു കൊറോണ വന്നു പോയതിന് ശേഷം എനിക്കുണ്ടായ ലാഭമാണ് ഈ മറവി എന്ന് പറയുന്നത്. അങ്ങനെ വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്കാട്ടോ അടുപ്പിലേക്ക് മാറ്റി ഞാൻ. അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്യേണ്ടതായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഗ്യാസ് ചിലവാകും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് അങ്ങ് മാറ്റി. ഇനി ഇങ്ങനെ ഈ ഉരുളിയിൽ കിടന്ന് മൊരിച്ച് നമ്മൾ ആളുടെ രൂപവും ഭാവവും എല്ലാം മാറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല തീ തന്നെയാണ് നമ്മളിത് ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ. ചെമ്മീനാണെങ്കിൽ അത്യാവശ്യം നല്ല വേവ് വേണ്ടേ. സോ കുറേ നേരം കിടന്ന് ഇതിങ്ങനെ വെന്ത് ചക്കക്കൂരൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ചെമ്മീനാണെങ്കിൽ നല്ല കരിമുരാന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി ഞാൻ വിചാരിച്ച ഒരു ഇതിലേക്ക് ഇതിങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ പഠിച്ചത് വല്യമ്മയുടെ അടുത്തുനിന്ന് കേട്ടോ. അപ്പം ശരി, ബൈ.